CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 4 വരെ നീട്ടിയതായി മന്ത്രി GR അനിൽ അറിയിച്ചു. ഫെബ്രുവരി 5-ന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധി നൽകും. 6 മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അക്കവും അക്ഷരവും പരിചയമുള്ള ഒരു തലമുറ ഈ നാടിന് അനിവാര്യമാണെന്നും വിദ്യാലയത്തിന്റെ അടിസ്ഥാന പശ്ചാത്തലം പ്രധാനമാണെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഒരുമനയൂർ മാങ്ങോട്ട് UP സ്കൂളിലെ 142-ാം വാർഷികത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. 7 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ിൽ BJP നേതൃത്വത്തിന് പ്രതിഷേധം. പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതായി ഭാരവാഹികൾ പുന്നൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രസിദ്ധ ചുമർ ചിത്രകലാകാരനും ചിത്രകല അധ്യാപകനുമായിരുന്ന കോട്ടപ്പടി ചേമ്പാലക്കുളം ക്ഷേത്രത്തിനടുത്ത് തൈവളപ്പിൽ അപ്പുകുട്ടൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. കോളേജിലെ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ കരിയർ ലോഞ്ച് 2025 എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ കന്യകാമറിയത്തിന്റെയും സെബസ്ത്യാനോസിന്റെയും അൽഫോൺസമ്മയുടെയും സംയുക്ത തിരുനാളാഘോഷം ഭക്തി നിർഭരം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലപൂര മഹോത്സവം ആരംഭിച്ചു. വടക്കേക്കാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണം 2024-25 പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷത്തായി ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് എന്നിവയുടെ വിതരണം നടത്തി. കുന്നംകുളം ചൊവ്വന്നൂർ കല്ലഴി ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിയെ കാണാനില്ലെന്ന് പരാതി. പാലക്കാട് പുതുനഗരം സ്വദേശി പാട്ടച്ചിറ 72 വയസ്സുള്ള കോമ്പിയെയാണ് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ കാണാതായത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77-ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ LED ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. തലക്കോട്ടുകര ശ്രീ തെക്കൂട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് ചടങ്ങുകളും പൂജകളും നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി എന്ന മഹാവിപത്തിനെതിരെ 1 മില്യൺ ഷൂട്ടും
വാർഷികത്തിന്റെ ഭാഗമായി ചരിത്ര അവലോകന യോഗം സംഘടിപ്പിച്ചു. ചൂണ്ടൽ സാൻതോം ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.